Once again, good evening. Good evening. Okay. എന്റെ പേര് നിഷാന്ത് എന്നാണ്. സ്വദേശം മഞ്ചേരിയാണ്. ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നതിന് മുമ്പ് എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എംബ്രൻസ് കോച്ചിങ് സെന്ററുകളായിരുന്നു മഞ്ചേരി, മലപ്പുറം, കോഴിക്കോടൊക്കെ. അങ്ങനെയുള്ള സമയത്താണ് കഴിഞ്ഞ 7 വർഷം മുമ്പ് ഓൾമോസ്റ്റ് 8 വർഷങ്ങൾക്കാവാനായി ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഇന്ന് ആദ്യമായിട്ട് ഈ ബിസിനസ് അവസാനം കേൾക്കാൻ വന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് വന്ന ആൾക്കാർ കഴിയും, പുതുതായിട്ട് വന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ. ഓക്കെ, നിങ്ങൾ ശരിക്കും കൈവന്നിട്ടാണ് ഈ ഒരു നരത്തിനെ കൈവരിക്കുന്നത്. നിങ്ങൾ ശരിക്കും കൈവന്നിച്ചാൽ ഒരു അടിപൊളി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാതെ കഴിയുന്നത്. ഒന്ന് അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ എവിടെയെങ്കിലും കൈവന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് ഇവിടുത്തെ കിട്ടുള്ളൂ. ഇവിടെ ഇന്ന് തുടങ്ങാണ് നിങ്ങൾക്ക് ഇന്നലെ തുടങ്ങാണ്, നിങ്ങളുടെ സന്തോഷം തുടങ്ങാണ്. ഈ ബിസിനസ് ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. കാരണം ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചെറുതോ വലുതോ എന്ന് നോക്കാതെ ഒരു ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് വലിയ പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി വിജയിക്കുന്നത്. അങ്ങനെ പ്രചോദനം കിട്ടുന്ന ഇൻഡസ്ട്രി ഈ ലോകത്തുണ്ടെങ്കിൽ അത് എമായി ലക്ഷ്യം മാത്രമേ. അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നേരത്തെ സംസ്ഥാന ലീഡേഴ്സ് ഒക്കെ തന്നെയും വളരെ പവർഫുൾ ആയിട്ട് അവരുടെ എക്സൈറ്റ്മെന്റ് കൂടി സംസാരിച്ചു. ഞാൻ നിങ്ങളും സംസാരിച്ചത്രേ ഉള്ളൂ. എന്താണ് ഈ ഇൻഡസ്ട്രി, എന്താണ് ഇൻഡസ്ട്രി, എന്തിനാണ് ഇൻഡസ്ട്രി, നിങ്ങൾക്ക് വേണോ? മൂന്നിലേക്ക് ചോദിക്കാനുള്ളൂ. എന്താണ് ഇൻഡസ്ട്രി? സിമ്പിൾ ആണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോപ്പ് ആയാലും പേസ്റ്റ് ആയാലും അത് തുടങ്ങി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വീട്ടിലും ഓരോ ദിവസവും മിനിമം ഒരു 50-100 രൂപയുടെ ഉൽപ്പന്നങ്ങൾ പല കമ്പനികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ? ഓരോ മാസവും 1000-10,000 ഒക്കെ പല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട്. അത് ഒരുപാട് പല കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. അത് ഓരോ ഷോപ്പുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന രീതിയോ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതോ മാറ്റേണ്ട. പകരം ആ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം മാറ്റി നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾക്ക് എടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഒരു ബിസിനസ് ആയി തുടങ്ങാൻ നിങ്ങൾക്ക് 1 രൂപ മുടക്കേണ്ട. പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം നല്ല ക്വാളിറ്റി ഉൽപ്പന്നം വാങ്ങുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. രണ്ടാമത് എന്താ, നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോ ഇടനിലക്കാർക്ക് പോകുന്ന പൈസ ഇവിടെ ഒരു ഫോം ഉണ്ട്. ആ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം. നിങ്ങളുടെ ഈ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും, ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലും, ബിസിനസ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വലിയ സംഖ്യ ലാഭിക്കാൻ പറ്റും. കാരണം ഒരു മാസം നിങ്ങൾ ഒരു 10,000 രൂപ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5,000 രൂപ 1000 രൂപയ്ക്ക് വീട്ടിൽ ആവശ്യം ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 1000 രൂപ കൊടുത്താൽ 1000 രൂപയുടെ കുറച്ച് കിട്ടും. യെസ്സോ? പക്ഷെ ഇവിടെയാണെങ്കിൽ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1300 രൂപ, മിനിമം 1300-1400 രൂപ കിട്ടും. കാരണം എന്താ, ഇവിടെ ഇടനിലക്കാർക്ക് പോകുന്ന പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബിസിനസ് ജോയിൻ ചെയ്ത് ഉൽപ്പന്നം വാങ്ങിയാൽ തന്നെ ലാഭമാണ്. ഹലോ, പലപ്പോഴും ആളുകൾ പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പെട്ടു, അതുപോലെ തന്നെ എന്റെ പൈസ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അവർ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. മനസ്സിലാക്കാതെ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുമ്പോഴാണ് ഈ ഇൻഡസ്ട്രിക്ക് ഏറ്റവും വലിയ ദോഷം. അതായത് ഈ ബിസിനസ് എന്താണ് മനസ്സിലാക്കാതെ. അപ്പൊ ജോയിൻ ചെയ്തത് ലാഭമാണ്. രണ്ടാമത് ഒരു ബിസിനസ് ആക്കി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് 10 രൂപ കിട്ടാനും 10 ലക്ഷം കിട്ടാനും അധ്വാനിക്കണം. യെസ്സോ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അധ്വാനം നമുക്ക് വേണ്ടി ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഈ ഇൻഡസ്ട്രിയോട് സാധിക്കും. കാരണം നമ്മളെ പോലെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്രയും കാലം കടകളിലും ഷോപ്പുകളിലൊക്കെ ആളുകൾ ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് മാറി. ഇന്ന് ആപ്ലിക്കേഷൻ എഴുതുക. യെസ്സോ? ഇന്ന് ആപ്ലിക്കേഷൻ എഴുതുക. പഠിക്കുന്ന വിദ്യാഭ്യാസ ആപ്ലിക്കേഷൻ, ഉൽപ്പന്നം ഹോട്ടൽ വേണ്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ മതില്ലേ? സൊമാറ്റോ, സ്വിഗ്ഗി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മൈ ലൈഫ് സ്റ്റൈൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉൽപ്പന്നം എടുക്കുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അയൽവാസികളോ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുക എന്ന പ്രവൃത്തി മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അത് ഷെയർ ചെയ്യുക വഴി അവർ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും.
അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് ഉൽപ്പന്നം ചെലവഴിക്കുമ്പോ നിങ്ങൾക്ക് വലിയൊരു സംഖ്യ നിങ്ങളെ അക്കൗണ്ടിൽ വരും. പക്ഷേ നിങ്ങൾക്ക് 1, 2, 3 ആളുകളെ കൊണ്ടുവരാനേ കഴിയുള്ളൂ. അതിന് മേലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. പക്ഷെ നിങ്ങൾ തുടങ്ങിയ ബിസിനസ്സിലൂടെ ആയിരങ്ങളും 10,000 ആൾ വരുമ്പോ, ലക്ഷക്കണക്കാൾ വരുമ്പോ, അല്ലെങ്കിൽ 10,000 കുടുംബത്തിലേക്ക് ഉൽപ്പന്നം വാങ്ങുമ്പോ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ലക്ഷങ്ങൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി. അപ്പൊ ഇതിനൊക്കെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാതെ പോകരുത്. മനസ്സിലാക്കാതെ പോയ ആൾക്കാരൊക്കെ ജീവിതത്തിൽ അത് ഒന്നും ആവാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ബിസിനസ് ആവശ്യമുണ്ടെന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉള്ളതിനേക്കാളുപരി അടുത്ത ജനറേഷന് ബിസിനസ് ആവശ്യമുണ്ട്. നിങ്ങൾ മക്കൾക്ക് ഇന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം, ഇന്ന് പഠിക്കുന്നത് നാളേക്ക് ഉപകാരമായിട്ട് കാലത്താണ് ജീവിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ മക്കൾ ഏത് മേഖലയിൽ പോയി ജീവിക്കും, എവിടെ സ്വപ്നങ്ങൾ നേടും? അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് വിദ്യാഭ്യാസം വന്നാലും നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. എന്തൊക്കെ മാറ്റം വന്നാലും. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി ഈ യുവാക്കൾ കൊടുക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ട് ഈ ഇൻഡസ്ട്രി ഈ 21ാം നൂറ്റാണ്ടിലെ ഒരു വസന്തമാണെന്ന്, ഏറ്റവും കൂടുതൽ യൂത്ത് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി ആണെന്ന്. അതുകൊണ്ട് നിങ്ങൾ മക്കളിലേക്ക് ബിസിനസ് കൊടുക്കുക, അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക കടബാധ്യത വ്യക്തി 53 ലക്ഷം കട വ്യക്തിയായിരുന്നു. ഇന്ന് ഈ ബിസിനസ്സിനകത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കടങ്ങളൊക്കെ വീട്ടാൻ സാധിച്ചു. ആ കടങ്ങൾ വീട്ടാൻ സാധിച്ചൊന്നുമല്ല, നിരവധി കുടുംബങ്ങളിലേക്ക് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന അവസര സാഹചര്യം ഉണ്ടാക്കിയത് മാത്രമാണ്. 1 രൂപ മുതൽ മുടക്കില്ല, കുറച്ച് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബിസിനസ്സാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കടങ്ങൾ വീട്ടാൻ സാധിച്ചു. ഈ ബിസിനസ്സിനകത്ത് പൾസർ ബൈക്കിലാണ് ബിസിനസ് തുടങ്ങിയെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ബിസിനസ് ചെയ്ത് ആ ഒരു 1-2 വർഷം കൊണ്ട് സ്വിഫ്റ്റ് കാർ അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1.5 വർഷം 2 വർഷം മുമ്പ് ഈ ബിസിനസ്സിനകത്തൂടെ ഒരു 23 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു ഹ്യുണ്ടായി ക്രെറ്റ കാർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ആഴ്ചയില് ഒരു മാസം 10,000 രൂപ വട്ടിക്കുള്ള പൈസ കൊടുക്കാൻ ചിന്തിച്ചാണ് ആ എന്റെ അക്കൗണ്ടിലേക്ക് ഒരാഴ്ചയിൽ 2,10,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഈ മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നു. എന്റെ ടീമിലാണ് 2 ലക്ഷം രൂപ വാങ്ങുന്ന ആൾക്കാർ നിരവധി ഓരോരുത്തരായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി കാർ അച്ചീവേഴ്സിന്റെ ഇതിനകത്തുണ്ട്. ചിന്തിക്കുക, 21 വയസ്സുള്ള പയ്യനൊക്കെ ഇതിനകത്ത് വരുന്നു. കണ്ണടച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില കാർ അച്ചീവ് ചെയ്യുന്നു. ഈ ബിസിനസ് അല്ലാതെ വേറെ ബിസിനസ് പറ്റൂ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ബുദ്ധി നാട്ടുകാർക്ക് പഴം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബുദ്ധിയും കഴിവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ഒരു സക്സസ്ഫുൾ പേഴ്സണാവാം. മിക്കവാറും ആൾക്കാർ ഈ ബിസിനസ് കേട്ടിട്ട് നാട്ടിൽ പോയിട്ട് സുഹൃത്തുക്കളോ അയൽവാസികളോ ഭാര്യയുടെ ഭർത്താനോ ഇത് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കും. അവരെ നിങ്ങൾ നെഗറ്റീവ് ആക്കും. അറിയാത്തതിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് മാത്രമാണ് മലയാളികളുടെ മെയിൻ കാര്യം, ഇല്ലേ? ശുദ്ധവായുവിനും അഭിപ്രായത്തിനും യാതൊരു പറ്റുമോ നമ്മുടെ നാട്ടിലില്ല. ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ദൈവം തന്നത് വളരെ അവസരമാണ്. ദൈവത്തിന് അവസരം കൊണ്ടുതരാൻ പറ്റുള്ളൂ, പണമായിട്ട് കൊണ്ടുതരാൻ പറ്റില്ല. ഈ അവസരത്തെ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവട്ടെ. വിഷു. താങ്ക് യു.